എല്ലാവരും സുഖമായിരിക്കുന്നത് വിചാരിക്കുകയാണ്. അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് നല്ല ടേസ്റ്റി ആയിട്ടുള്ള അതുപോലെ തന്നെ ഹെൽത്തി ആയിട്ടുള്ള ഒരു പഴയകാല നാടൻ പലഹാരത്തിൻ്റെ റെസിപ്പി ആയിട്ടാണ് കേട്ടോ. സൂപ്പർ ടേസ്റ്റാണ് കഴിക്കാനായിട്ട്. അതുപോലെ തന്നെ ഈ പലഹാരത്തിന് ഒരു പ്രത്യേക ഷേപ്പും പ്രത്യേക രുചിയാണ് കേട്ടോ. എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഇതിനെ നെയ്ക്കിട്ട് എന്നാണ് കേട്ടോ പറയുക. അതുകൊണ്ട് തന്നെ നമ്മളൊരു വെറൈറ്റി ആയിട്ടുള്ള ഷേപ്പിലാണ് ഇത് റെഡിയാക്കി എടുക്കുന്നത്. അപ്പോൾ എല്ലാവരും വീഡിയോ ഒന്ന് കണ്ട് നോക്കുക. എന്നിട്ട് ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യാനും പിന്നെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും അതുപോലെ ആരെങ്കിലും നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും കൂടി മറക്കരുത് കേട്ടോ. അപ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ വീഡിയോയിലിട്ട് പോവാം. ഈ പലഹാരത്തിന് വേണ്ടിയിട്ട് ആദ്യം തന്നെ നമുക്ക് ഇതിലേക്ക് വേണ്ടിയിട്ടുള്ള ഒരു ശർക്കരപ്പാനി ഒന്ന് റെഡിയാക്കി എടുക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ഒരു പാനിലേക്ക് 1/2 കിലോ ശർക്കരയാണ് കേട്ടോ വെച്ച് കൊടുത്തിട്ടുള്ളത്. ഇനി ഇതിലേക്ക് 2 കപ്പ് വെള്ളം ഒഴിച്ച് കൊടുത്തിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് മെൽറ്റ് ചെയ്തെടുക്കാം. അപ്പോൾ കുറച്ച് നേരം ഇതെല്ലാം ഒന്ന് തിളച്ച് വരട്ടെ. ഇപ്പോൾ കണ്ടോ ശർക്കരയെല്ലാം നന്നായിട്ട് തന്നെ മെൽറ്റായിട്ട് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. എന്നിട്ട് ഇതൊന്ന് മാറ്റി വയ്ക്കണം. പിന്നെ നമ്മൾ ഇത് എടുക്കുന്നതിന് മുൻപായിട്ട് ഇതിൽ കരടയ്ക്ക് ഉണ്ടാവുമല്ലോ, അപ്പോൾ അതിൻ്റെ പേരിലൊന്ന് അരിച്ചിട്ട് വേണം കേട്ടോ എടുക്കാനായിട്ട്. അപ്പോൾ ഞാൻ അതിന് മാറ്റി വയ്ക്കുകയാണ്. ഇനി നമുക്ക് ഈ പലഹാരത്തിന് വേണ്ടിയിട്ടുള്ള ഒരു മിക്സ് ഒന്ന് റെഡിയാക്കി എടുക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനൊരു പാൻ എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് നമ്മളിപ്പോൾ റെഡിയാക്കി എടുത്തുള്ള ശർക്കരപ്പാനില്ലേ, അതിൽ മുഴുവനല്ല ഒരു 1/4 കപ്പ് ശർക്കരപ്പാനി ഈ പാനിലേക്ക് ഒഴിച്ച് കൊടുക്കാം. ബാക്കി നമ്മൾ മാറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ, നമുക്കിനി ആവശ്യമുണ്ട്. ഇനി ഇതിലേക്ക് 1/2 കപ്പ് നാളികേരം ചിരകിയത് ചേർത്ത് കൊടുക്കുക. ഇനി ഇതിലേക്ക് നല്ലൊരു ഫ്ലേവറിന് വേണ്ടിയിട്ട് 1/2 ടീസ്പൂൺ ഏലക്ക പൊടിച്ചതിട്ട് കൊടുക്കാം. കൂടെ തന്നെ 1/2 ടീസ്പൂൺ ചെറിയ ജീരകം വറുത്ത് പൊടിച്ചത് കൂടി ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. അപ്പോൾ കുറച്ച് നേരം കഴിയുമ്പോഴത്തേക്കും ഈ ശർക്കരപ്പാനി എല്ലാം വറ്റിയിട്ട് ഇതെല്ലാം ഒന്ന് തിക്കായിട്ട് വരും. അപ്പോൾ അതുവരെ ഇതേപോലെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇപ്പോൾ ഒന്നുകൂടെ ഒന്ന് ചൂടാക്കി എടുത്തു. അപ്പോൾ കണ്ടതെല്ലാം നന്നായിട്ട് തന്നെ റെഡിയായിട്ട് കിട്ടിയിട്ടുണ്ട്. നമ്മൾ അടയൊക്കെ റെഡിയാക്കി എടുക്കുമ്പോൾ അതിന് നാളികേരം ഇതേപോലെ വിളയിച്ചിട്ട് ഫില്ലിങ് നമ്മൾ റെഡിയാക്കി എടുക്കില്ലേ, ആ ഒരു രീതിയിൽ തന്നെ ഇത് റെഡിയായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ഇത്രയും മതി. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് ഇതൊന്ന് മാറ്റി വയ്ക്കാം. ഇനി ഒരു പാൻ എടുക്കുക. എന്നിട്ട് ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ച് കൊടുക്കുക. നെയ്യൊന്ന് ചൂടായിട്ട് വരുമ്പോൾ ഞാൻ ഇവിടെ കുറച്ച് നാളികേരം ഇതുപോലെ ചെറിയ പീസായിട്ടൊന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതിട്ട് കൊടുക്കാം. എന്നിട്ട് കുറച്ച് നേരം ഇതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഇപ്പോൾ നാളികേരത്തിൻ്റെ കളറൊക്കെ ഇത് ചെറുതായിട്ടൊന്ന് ചേഞ്ച് ആവാൻ തുടങ്ങുന്നുണ്ട്. അപ്പോൾ ഈ സമയം നമുക്കിതിലേക്ക് കാഷ്യൂസ് ചേർത്ത് കൊടുക്കണം. ഞാനപ്പോൾ ഇതേ കുറച്ച് കാഷ്യൂസ് എടുത്തിട്ടുണ്ട് കേട്ടോ. ഇതോടെ ഇട്ട് കൊടുത്തിട്ട് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ നമ്മളിതൊക്കെ ചേർത്ത് കൊടുക്കുമ്പോൾ നമ്മുടെ ടേസ്റ്റിനനുസരിച്ചിട്ട് എത്രത്തോളം വേണമെന്ന് വെച്ചാൽ അതിനനുസരിച്ചിട്ട് ചേർത്ത് കൊടുക്കുക. ഇനി ഇതും ഒന്ന് ഫ്രൈ ആയിട്ട് വരട്ടെ. ഇപ്പോൾ ഇത് രണ്ടും ഒന്ന് ഫ്രൈ ആവാൻ തുടങ്ങുന്നുണ്ട്. അപ്പോൾ നമുക്കിതിലേക്ക് കുറച്ച് റൈസൻസും കൂടി ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഇതെല്ലാം കൂടി ഒന്ന് ചൂടാക്കി എടുക്കാം. ഇപ്പോൾ ഇതെല്ലാം ഒന്ന് ഫ്രൈ ആയിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്കിതിലേക്ക് ലാസ്റ്റായിട്ട് 1/2 ടീസ്പൂൺ കറുത്ത എള്ള് കൂടി ചേർത്ത് കൊടുക്കാം. എന്നിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുത്ത് ഇതോടെ ഒന്ന് ചൂടാക്കി എടുക്കാം. ഇപ്പോൾ എല്ലാം നല്ലതുപോലെ ഒന്ന് ഫ്രൈ ആയിട്ട് വന്നു. അപ്പോൾ ഇത്രയും മതി. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് ഇതൊന്ന് മാറ്റി വയ്ക്കാം. പിന്നെ നമ്മളത് മാറ്റി വയ്ക്കുമ്പോൾ ഈ നെയ്യോട് കൂടി തന്നെ വേണം കേട്ടോ മാറ്റി വയ്ക്കാനായിട്ട്. നമ്മുടെ ഈ പലഹാരത്തിലേക്ക് ഈ നെയ്യും കൂടെ ചേർത്ത് കൊടുക്കുമ്പോഴാണ് അതിനൊരു പ്രത്യേക ടേസ്റ്റ് ഉണ്ടാവുക. അപ്പോൾ ഈ നെയ്യോട് കൂടി തന്നെ നമുക്കൊരു ബൗളിലേക്ക് ഇത് മാറ്റി വയ്ക്കാം. ഇനി നമുക്ക് പലഹാരത്തിന് വേണ്ടിയിട്ടുള്ള ബാറ്റർ ഒന്ന് റെഡിയാക്കി എടുക്കണം. അതിന് വേണ്ടിയിട്ട് ഞാൻ ഇവിടെ ഒരു ബൗൾ എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് 2 കപ്പ് അരിപ്പൊടി ഇട്ട് കൊടുക്കാം. ഞാൻ എടുത്തിട്ടുള്ളത് പത്തിരിക്ക് ഇടിയപ്പത്തിനൊക്കെ എടുക്കുന്ന പൊടിയാണ് കേട്ടോ. ഇനി ഇതിലേക്ക് 1/4 ടീസ്പൂൺ ഉപ്പ് കൂടി ഇട്ട് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. ഇപ്പോൾ ഞാൻ ഇതൊന്ന് മിക്സ് ചെയ്തെടുത്തു. ഇനി നമുക്കിതിലേക്ക് നമ്മൾ ശർക്കരയും നാളികേരമൊക്കെ വിളയിച്ചെടുത്തിട്ടില്ലേ, ആ മിക്സ് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. പിന്നെ ഫ്രൈ ചെയ്ത് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്ന നാളികേരം കാഷ്യൂസൊക്കെ ഇല്ലേ, ഇത് ഈ നെയ്യോട് കൂടി തന്നെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഇതെല്ലാം കൂടി നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. ഇപ്പോൾ ഇതെല്ലാം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്തു. അപ്പോൾ ഇനി നമുക്കിതിലേക്ക് നമ്മൾ റെഡിയാക്കി മാറ്റി വെച്ചിട്ടുണ്ടായിരുന്ന ശർക്കരപ്പാനിയില്ലേ, അതിൽ കുറച്ച് നമ്മൾ എടുത്തിട്ടുണ്ടായിരുന്നു. ബാക്കിയുള്ളത് മുഴുവനായിട്ടും ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഇതെല്ലാം കൂടി നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. കട്ടകളൊന്നും ഇല്ലാത്ത രീതിയിൽ തന്നെ നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. അപ്പോൾ കുറച്ചധികം നേരം നമ്മളിങ്ങനെ മിക്സ് ചെയ്യണം കേട്ടോ.
ഇപ്പോൾ ഇതെല്ലാം നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇപ്പോൾ കണ്ടോ ഇത് കുറച്ച് തിക്കായിട്ടല്ലേ ഇരിക്കുന്നത്. അപ്പോൾ ഇനി നമുക്കിതൊന്ന് ലൂസാക്കിയിട്ട് വേണം എടുക്കാനായിട്ട്. അതിന് വേണ്ടിയിട്ട് ഞാൻ കുറേശ്ശായിട്ട് ഇതിലേക്ക് വെള്ളം ചേർത്ത് കൊടുത്തിട്ട് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ വെള്ളം ഒഴിച്ച് കൊടുക്കുമ്പോൾ ശ്രദ്ധിക്കണം, ഒരുപാടായി പോകരുത്. ഇതേപോലെ കുറേശ്ശെ ചേർത്ത് കൊടുത്തിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുത്താൽ മതി. ഇപ്പോൾ വെള്ളം ചേർത്ത് കൊടുത്ത് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുത്തു. അപ്പോൾ കണ്ടോ നമ്മുടെ ബാറ്റർ ഈ ഒരു കൺസിസ്റ്റൻസിൽ വേണം കേട്ടോ കിട്ടാനായിട്ട്. ഒരുപാട് തിക്കായിട്ട് പോകരുത്, കാരണം ഒരുപാട് തിക്കായിട്ടുണ്ടെങ്കിൽ നമുക്ക് ഈ പലഹാരം റെഡിയാക്കി എടുക്കുമ്പോൾ അതിൻ്റെ അകത്തൊക്കെ വെന്ത് കിട്ടാനായിട്ട് ടൈം എടുക്കും. അപ്പോൾ അതിൻ്റെ പേരിൽ ഈ ഒരു തിക്നെസ്സിലുള്ള ബാറ്റർ വേണം റെഡിയാക്കി എടുക്കാനായിട്ട്. അപ്പോൾ വെള്ളം ചേർത്ത് കൊടുക്കുമ്പോൾ നിങ്ങൾ അതിനനുസരിച്ചിട്ട് വേണം കേട്ടോ വെള്ളം ചേർത്ത് കൊടുക്കാനായിട്ട്. പിന്നെ നമ്മൾ എടുക്കുന്ന അരിപ്പൊടിക്കൊക്കെ അനുസരിച്ചിട്ട് വെള്ളത്തിൻ്റെ അളവിലൊക്കെ വ്യത്യാസം വരും. അപ്പോൾ ഇങ്ങനെ കുറേശ്ശെ ചേർത്ത് കൊടുത്തിട്ട് ഒന്ന് മിക്സ് ചെയ്ത് നോക്കുക. ഈ ഒരു രീതിയിൽ വേണം റെഡിയാക്കി എടുക്കാനായിട്ട്. ഇപ്പോൾ നമ്മുടെ പലഹാരത്തിന് വേണ്ടിയിട്ടുള്ള ബാറ്റർ ഇവിടെ റെഡിയായിട്ട് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് റെഡിയാക്കി തുടങ്ങാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ എടുത്തിട്ടുള്ളത് കുറച്ച് വാഴയാണ് കേട്ടോ. അപ്പോൾ വാഴ ഈ ഒരു നീളത്തിൽ ഇങ്ങനെ കട്ട് ചെയ്തെടുക്കുക. അപ്പോൾ എനിക്കിവിടെ ഒരുപാട് വലുപ്പത്തിലുള്ള വാഴയൊന്നും കിട്ടില്ല. അപ്പോൾ ഈ ഒരു വലുപ്പത്തിലുള്ളതാണ് കിട്ടിയിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് കുറച്ച് വീതിയുള്ള വാഴയൊക്കെ കിട്ടുകയെന്ന് വെച്ചാൽ കുറച്ചുകൂടെ നല്ലതായിരിക്കും. അപ്പോൾ ഇനി നമുക്കിത് പൊട്ടിപ്പോവാതിരിക്കാൻ വേണ്ടിയിട്ട് പതുക്കൊന്ന് വാട്ടിയെടുക്കണം. അപ്പോൾ ഞാനതൊന്ന് വാട്ടിയെടുത്തിട്ട് കൊണ്ടുവരാം. ഇപ്പോൾ കണ്ടു ചെറുതായിട്ട് സ്റ്റൗവിൽ വെച്ചിട്ട് ഞാനൊന്ന് വാട്ടിയെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് റെഡിയാക്കി തുടങ്ങാം. നമ്മളിത് റെഡിയാക്കി എടുക്കാൻ പോകുന്നത് ഒരു കിഴിയുടെയൊക്കെ ഷേപ്പിലാണ് കേട്ടോ. ശരിക്കും നെയ്ക്കെട്ട് എന്നാണ് കേട്ടോ ഈ ഒരു പലഹാരത്തിൻ്റെ പേര്. ഇതൊരു പഴയകാല നാടൻ പലഹാരമാണ്. അപ്പോൾ നമ്മളിത് എങ്ങനെ ചെയ്യണമെന്ന് വെച്ചാൽ വാഴയുണ്ടല്ലോ, നമ്മൾ ഈ നീളത്തിലല്ലേ കട്ട് ചെയ്തെടുത്തിട്ടുള്ളത്, ഇത് രണ്ട് സൈഡിൽ നിന്നും ഇങ്ങനെ ഒന്ന് സെൻറ്ററിലേക്കായിട്ട് ഇങ്ങനെ മടക്കാം. കണ്ടോ, ഇപ്പോൾ ഇതേപോലെ ഒന്ന് മടക്കിയെടുക്കുക. ഇനി എന്ത് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമ്മൾ ഈ മടക്കിയില്ലേ, ഇതിൻ്റെ ഈ രണ്ട് സൈഡിൽ നിന്നും നമ്മളിങ്ങനെ ചെറുതായിട്ട് ഇങ്ങനെ മടക്കി കൊടുക്കണം. കണ്ടോ, അപ്പോൾ ഈ രണ്ട് സൈഡും ഞാൻ ഇതുപോലെ ഒന്ന് മടക്കിയെടുത്തിട്ടുണ്ട്. എന്നിട്ട് ഇതൊന്നും ഇങ്ങനെ നീക്കി കൊടുത്താൽ നമുക്ക് ഇത്രയും ഒരു സ്പേസ് കിട്ടും. ഇനി ഇതിൻ്റെ അകത്തേക്ക് നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുള്ള മാവില്ലേ, അത് കുറേശ്ശെയായിട്ട് ഒഴിച്ച് കൊടുക്കാം. ഇപ്പോൾ ഇതുപോലെ ഞാൻ കുറച്ച് ബാറ്റർ ഒന്ന് ഒഴിച്ചെടുത്തിട്ടുണ്ട്. നിറയുന്ന രീതിയിൽ ഒഴിക്കരുത് കേട്ടോ. ഒരു 3/4 ഭാഗത്തോളം മാത്രം മാവ് ഒഴിച്ച് കൊടുത്താൽ മതി. ഇനി എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമുക്കിത് ഇങ്ങനെ ഒന്ന് ചുരുട്ടി കൊടുക്കുക. എന്നിട്ട് ഞാൻ വാഴയുടെ തന്നെ നാരെടുത്തിട്ടുണ്ട്. ഇത് വെച്ചിട്ട് നമുക്കിതൊന്ന് കെട്ടിക്കൊടുക്കാം. നമ്മൾ ഈ കിഴിയൊക്കെ കെട്ടില്ലേ, അതേപോലെ ഇതുപോലെ ഒന്ന് കെട്ടിയെടുക്കുക. ഇപ്പോൾ ഞാനതൊന്ന് കെട്ടിയെടുത്തു. അപ്പോൾ കണ്ടോ ഈ ഒരു കിഴിയുടെ ഷേപ്പിൽ നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഇതിന് ലീക്കാവേ പൊട്ടിപ്പോയൊന്നും ചെയ്യില്ല, ആ രീതിയിലാണ് നമ്മൾ ചെയ്തെടുത്തിട്ടുള്ളത്. അപ്പോൾ ഇതുപോലെ തന്നെ നമുക്കിനി ബാക്കിയുള്ളതെല്ലാം ഒന്ന് റെഡിയാക്കി എടുക്കാം. ഇപ്പോൾ എല്ലാം ഞാനിവിടെ മാവ് ഒഴിച്ച് കൊടുത്തിട്ട് ഇതേപോലെ ഇങ്ങനെ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് എല്ലാം ഒരു ഷേപ്പിൽ തന്നെ ഒന്നും കിട്ടില്ല കേട്ടോ. നമ്മുടെ ഇലയ്ക്ക് അനുസരിച്ചിട്ടൊക്കെ ഷേപ്പിലൊക്കെ വ്യത്യാസം വരും. അതൊന്നും കുഴപ്പമില്ല, അതൊക്കെ കാണാനൊരു ഭംഗിയല്ലേ. ഇനി നമുക്കിതൊന്ന് സ്റ്റീം ചെയ്തെടുക്കണം. അപ്പോൾ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇഡ്ഡലി പാത്രത്തിൽ സ്റ്റീം ചെയ്തെടുക്കാം, അതല്ലാന്നുണ്ടെങ്കിൽ സ്റ്റീമറിലും സ്റ്റീം ചെയ്തെടുക്കാം കേട്ടോ. ഞാനിപ്പോൾ ചെയ്തെടുക്കാൻ പോകുന്നത് ഇതുപോലൊരു സ്റ്റാൻഡിൽ വെച്ചിട്ടാണ്. ഇതിൽ നമുക്ക് വളരെ എളുപ്പത്തിൽ തന്നെ സ്റ്റീം ചെയ്തെടുക്കാനായിട്ട് പറ്റും. ഇതിങ്ങനെ നിവർത്തി കൊടുക്കുക. എന്നിട്ട് നമ്മൾ കൈ വെച്ചിട്ട് തന്നെ ഇങ്ങനെ നിവർത്തി കഴിഞ്ഞാൽ കണ്ടോ ഈ ഒരു ഷേപ്പിൽ ഇങ്ങനെ നിവർന്ന് വരും. അപ്പോൾ കുറച്ചധികം നമ്മൾ സ്റ്റീം ചെയ്തെടുക്കുന്നുണ്ടെങ്കിൽ ഇതിൽ ഫുള്ളായിട്ട് ഇങ്ങനെ വെച്ച് കൊടുക്കുക. അതല്ല വളരെ കുറച്ചേ ഉള്ളൂ എന്നുണ്ടെങ്കിൽ നമുക്കിതിങ്ങനെ ചെറുതാക്കിയും കൊടുക്കാം. വളരെ യൂസ്ഫുള്ളാണ് കേട്ടോ അത്. അപ്പോൾ ഇതിലേക്ക് നമ്മളിപ്പോൾ റെഡിയാക്കി വെച്ചിട്ടുള്ള കിഴിയില്ലേ, ഇതെല്ലാം ഇങ്ങനെ വെച്ച് കൊടുക്കാം. കണ്ടോ, ഇപ്പോൾ ഇതെല്ലാം ഞാൻ ഇതിലേക്ക് ഇങ്ങനെ വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതൊന്ന് സ്റ്റീം ചെയ്തെടുക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ പാനിൽ സാധാരണ നമ്മൾ സ്റ്റീം ചെയ്തെടുക്കുന്ന പോലെ തന്നെ കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുത്തിട്ട് ഒന്ന് ചൂടാക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിലേക്ക് ഈ സ്റ്റാൻഡ് ഇങ്ങനെ ഇറക്കി വെച്ച് കൊടുക്കുക. എന്നിട്ട് അടച്ച് വെച്ചിട്ട് മീഡിയം ഫ്ലെയിമിൽ ഒരു 30 മിനിറ്റ് ഇതൊന്ന് സ്റ്റീം ചെയ്തെടുക്കാം. ഇപ്പോൾ ഒരു 30 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഓപ്പൺ ചെയ്യാം. നന്നായിട്ട് തന്നെ അത് റെഡി ആയിട്ട് കിട്ടിയിട്ടുണ്ട്. നമ്മൾ തുറക്കുമ്പോൾ ആവി വരുമ്പോൾ തന്നെ നല്ലൊരു സ്മെല്ല് വരുന്നുണ്ട് കേട്ടോ.
അപ്പോൾ ഇനി നമുക്കിത് എടുത്തിട്ട് ചൂട് പോകാനായിട്ട് മാറ്റി വയ്ക്കാം. ചൂട് പോയതിന് ശേഷം വേണം കേട്ടോ നമ്മൾ എടുക്കാനായിട്ട്, എന്നാൽ മാത്രമേ നമുക്ക് നന്നായിട്ട് ഇത് ഉറച്ച് കിട്ടുള്ളൂ. അപ്പോൾ നന്നായിട്ട് ചൂട് പോകാനായിട്ട് ഇതൊന്ന് മാറ്റി വയ്ക്കാം. ഇപ്പോൾ ഇതിൻ്റെ ചൂടെല്ലാം പോയിട്ട് നന്നായിട്ടൊന്ന് തണുത്ത് വന്നിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്കിതൊന്ന് ഓപ്പൺ ചെയ്യാം. കണ്ടോ, നന്നായിട്ട് തന്നെ റെഡി ആയിട്ട് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ഇലയ്ക്കും അതുപോലെ തന്നെ നമ്മൾ കെട്ടിയെടുത്തതൊക്കെ അനുസരിച്ചിട്ട് നമ്മുടെ ഈ പലഹാരം എല്ലാം ഒരു ഷേപ്പിൽ തന്നെയൊന്നും കിട്ടില്ല കേട്ടോ. ഇതേപോലെ പല ഷേപ്പിലൊക്കെ ആയിരിക്കും കിട്ടുക. എന്നാലും സൂപ്പർ ടേസ്റ്റാണ് കേട്ടോ കഴിക്കാനായിട്ട്. അപ്പോൾ ഇതുപോലെ തന്നെ നമുക്കിനി എല്ലാം എടുക്കാം. ഇപ്പോൾ എല്ലാം ഞാനിവിടെ എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത്രയേ ഉള്ളൂ. നമുക്ക് വളരെ പെട്ടെന്ന് തയ്യാറാക്കി എടുക്കാൻ പറ്റുന്ന നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു പഴയ കാല നാടൻ പലഹാരമാണ് കേട്ടോ. അത് സൂപ്പർ ടേസ്റ്റാണ് കഴിക്കാനായിട്ട്. നമ്മൾ വായിലിട്ട് അലിഞ്ഞു പോകുന്ന രീതിയിലുള്ള ഒരു പലഹാരമാണ്. അപ്പോൾ ഉറപ്പായിട്ട് നിങ്ങൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. നിങ്ങൾക്കിത് എന്തായാലും ഇഷ്ടപ്പെടും. നല്ല ഹെൽത്തി കൂടിയാണ്. കുട്ടികൾക്കൊക്കെ ഉറപ്പായിട്ട് ഇഷ്ടമാവും കേട്ടോ. അപ്പോൾ ട്രൈ ചെയ്ത് നോക്കിയിട്ട് കമൻസൊക്കെ പറയണം. അതുപോലെ വീഡിയോ കണ്ടിട്ട് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും പിന്നെ ഫ്രണ്ട്സിന് റിലേറ്റീവ്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും പിന്നെ ആരെങ്കിലും നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും കൂടി മറക്കരുത് കേട്ടോ. അപ്പോൾ ഇനി നമുക്ക് ഇതിലും ടേസ്റ്റി ആയിട്ടുള്ള മറ്റു റെസിപ്പി ആയിട്ട് കാണാം. അതുവരെ എല്ലാവർക്കും താങ്ക്